ദേശീയപാത 85-ന്റെ നിർമ്മാണ തടസ്സം നീക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് 31-ന് അടിമാലിയിൽ വിവിധ സംഘടനകളുടെ പങ്കാളിത്തത്തോടെ റോഡ് സംരക്ഷണ സമിതി ലോങ് മാർച്ച് പ്രഖ്യാപിച്ചു. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇടുക്കി രൂപതയും യാക്കോബായ സഭയും രംഗത്തെത്തി. നിർമ്മാണ ജോലികൾ പ്രതിരോധിച്ചുകൊണ്ട് ഹൈക്കോടതി എഴുതിയുണ്ടാക്കുവാൻ കാരണമായ സർക്കാർ നയത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് നാളെ അടിമാലിയിൽ സത്യാഗ്രഹം അനുഷ്ഠിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്നും ജോൺസൺ കൊച്ചുപറമ്പൻ അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജോൺസൺ കൊച്ചുപറമ്പൻ, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ ചർച്ച ചെയ്ത ഒരു വിഷയമാണ്, അത് ഇങ്ങനെ കത്തി നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലേക്ക് സർക്കാർ ജനങ്ങൾ കൂടുതൽ സമരം നടത്തിയിട്ടും യാതൊരുവിധ നടപടികളും ഇല്ലാത്ത രീതിയിലേക്ക് എന്തുകൊണ്ടാണ് ഈ പാതയുടെ ഈ പ്രശ്നം ഇങ്ങനെ നീണ്ടുപോകുവാൻ കാരണമാകുന്നത്? കേൾക്കാം, പറഞ്ഞോളൂ, കേൾക്കാം. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ് ദേശീയപാതയുടെ വികസനത്തിന് തടസ്സമായി വനം വകുപ്പ് എടുക്കുന്ന നിലപാടുകൾ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, റോബിനെ, ഈ രാജഭരണകാലത്ത് 1932 ഉത്തരവ്, 1996 സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവ്, ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ കിരൺ സിജു സ്റ്റേറ്റ് ഓഫ് കേരള ഒരു കേസിന്റെ ഭാഗമായി ഈ റോഡിന്റെ മധ്യഭാഗത്ത് നിന്നും ഇരുവശത്തേക്കുമുള്ള 50 അടി വീതം, ഈ റോഡിന്റെ ഇപ്പോൾ പറഞ്ഞ ദേശീയപാതയുടെ ഇരുവശത്തേക്കും മധ്യഭാഗത്തും 50 അടി വീതം റോഡ് പുറമ്പോക്കാണെന്നും അവിടെ റോഡിന്റെ യാതൊരുവിധ നിർമ്മാണ പ്രവർത്തനങ്ങളും വനം വകുപ്പ് തടസ്സപ്പെടുത്തുന്നതെന്നും ഈ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് 2024 മെയ് 28-ന് പ്രഖ്യാപിച്ചതാണ്. ഇപ്പോൾ ഈ നിർമ്മാണം തടഞ്ഞിരിക്കുന്ന ഹൈക്കോടതി തന്നെ അന്ന് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഈ റോഡിന്റെ ഇരുവശവും 50 മീറ്റർ റോഡ് പുറമ്പോക്കാണെന്നും അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വനം വകുപ്പ് തടയരുതെന്നും പറഞ്ഞുകൊണ്ട് പുതിയതായി BJP നേതാവ് MN ജയചന്ദ്രൻ കൊടുത്ത ഒരു പൊതു താല്പര്യ ഹർജിയിന്മേൽ പുതിയ കോടതി വിധി വരാനുണ്ടായ കാരണം വനം വകുപ്പിന്റെ അഡീഷണൽ സെക്രട്ടറി തെറ്റായ ഒരു സത്യവാങ്മൂലം, അതായത് ഈ 50 മീറ്ററോടെ 50 അടി കൂടെ വരുന്ന മൊത്തം 100 അടി വരുന്ന ഭാഗം വനം വകുപ്പിൻ്റെതാണ് എന്ന രീതിയിലുള്ള ഒരു സത്യവാങ്മൂലം കൊടുത്തതാണ് അതീവ സങ്കീർണമായ ഒരു പ്രശ്നം ഉണ്ടാക്കിയത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതൊരു നിസ്സാര ഗ്രാമീണ റോഡല്ല, ഒരു പഞ്ചായത്ത് റോഡല്ല, ഇതൊരു ജില്ലയിൽ മാത്രം ബാധിക്കുന്ന വിഷയമല്ല, ഇതൊരു ദേശീയ പാതയാണ്. സെൻട്രൽ ഗവൺമെന്റ് ഫണ്ട് കൊടുത്തുകൊണ്ട് വിനോദസഞ്ചാര മേഖലയായ മൂന്നാറിലടക്കം, തോട്ടം തൊഴിലാളി മേഖലയായ ചിന്നക്കനാലും മൂന്നാറിലും അടക്കം, തമിഴ്നാട്ടിലൂടെ കൊച്ചി ധനുഷ്കോടിയായി നടത്തുന്ന ഈ ദേശീയപാത, ഇതിന്റെ വികസനം ഏതാണ്ട് 14.5 കിലോമീറ്റർ മാത്രം ഇങ്ങനെ തടസ്സപ്പെട്ട് കിടക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പറഞ്ഞ പ്രദേശത്തൊരു 2 മരങ്ങൾ വീണിട്ട് മണിക്കൂറുകളാണ് അവിടെ ഗതാഗത തടസ്സം ഉണ്ടായത്. വിനോദസഞ്ചാരികളൊക്കെ ഈ കൊച്ചി എയർപോർട്ടിൽ നിന്നും മൂന്നാറിലേക്ക് റൂം ബുക്ക് ചെയ്തിട്ട് വരുന്നവർക്കൊക്കെ മണിക്കൂറുകൾ പെരുമഴയത്ത് അവിടെ കിടക്കേണ്ടി വന്നു എന്നുള്ളതാണ്. ഇത്ര അതീവ ഗുരുതരമായ ഒരു പ്രശ്നമായതുകൊണ്ട് തന്നെ ഇതിനകത്ത് രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ് ഇപ്പൊ റോബിനെ സമരങ്ങൾ വരുന്നത്. ഇപ്പൊ നാളെ നമ്മുടെ ബഹുമാന്യനായ ഇടുക്കി MP നാളെ ഒരു സത്യാഗ്രഹം അവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഫ്രാൻസിസ് ജോർജ് MP ആണ് രാവിലെ ഉദ്ഘാടനം ചെയ്യുന്നത്. വൈകുന്നേരം സമാപന സമ്മേളനം ബഹുമാനായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ആണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. അത് രാഷ്ട്രീയ സമരമായിട്ട് കണ്ടാൽ പോലും അതിനപ്പുറത്തേക്ക് ഈ 31-ാം തീയതി പ്രഖ്യാപിച്ചിരിക്കുന്ന ലോങ് മാർച്ച് അത് ഹൈവേ സംരക്ഷണ സമിതിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ തന്നെ ലാൻഡ് ഫ്രീഡം മൂവ്മെന്റ് ഉണ്ട്, അടിമാലി മർച്ചന്റ് അസോസിയേഷൻ ഉണ്ട്, അവിടുത്തെ ഓട്ടോ തൊഴിലാളികൾ, ചുമട്ട് തൊഴിലാളികളടക്കം സർവ്വ ജനവിഭാഗങ്ങൾ കൂടിയാണ് ആ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ സമരത്തിന് ഇപ്പൊ ഇടുക്കി രൂപത ഇടുക്കിയിലെ മുഴുവൻ ഭൂപ്രശ്നങ്ങളും കൃത്യമായി പഠിച്ചുകൊണ്ട് മാത്രം പ്രതികരണം നടത്തുന്ന ഒരു ഒരു സഭാ വിഭാഗമാണ്. കൃത്യമായി കാര്യങ്ങൾ അപഗ്രഥിച്ചുകൊണ്ടാണ്, വളരെ തിടുക്കത്തിലൊരു തീരുമാനം എടുക്കുന്നതല്ല. ഇടുക്കി രൂപതയുടെ മീഡിയ കമ്മീഷൻ ഈ 31-ാം തീയതി നടത്തുന്ന ഈ ലോങ് മാർച്ചിന് പരിപൂർണ പിന്തുണ കൊടുത്തിരിക്കുകയാണ്. അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് നിർമ്മാണം നിർത്തിവെച്ച കോടതി വിധി ഉണ്ടാകുവാനുണ്ടായ സാഹചര്യം അത് സർക്കാർ പുനഃപരിശോധിക്കണമെന്നും ഈ ഭാഗം ഈ റോഡ് പുറമ്പാക്കണമെന്നുള്ള കൃത്യമായ നിലപാട് തന്നെ 2024 കോടതി വിധി കാണിച്ചുകൊണ്ട് കോടതിയെ ധരിപ്പിക്കണമെന്നും അതിന് സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇടുക്കി രൂപത ഇങ്ങനെയൊരു പിന്തുണ പ്രഖ്യാപിച്ചത്. ബഹുമാനായ മീഡിയ കമ്മീഷൻ ഡയറക്ടർ ഫാദർ കാരക്കാട്ടച്ചൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇത് ജനങ്ങളുടെ അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാണ്. ജനങ്ങളുടെ, മലയോര മേഖലയിലെ ജനങ്ങളുടെ അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തുന്നത്. അതുപോലെ തന്നെ ലോങ് മാർച്ചിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് യാക്കോബായ സഭയുടെ ഹൈറേഞ്ച് മേഖല മെത്രാപ്പോലീത്ത രംഗത്ത് വന്നിരിക്കുക. അദ്ദേഹം സർക്കുലർ ഇറക്കി ഈ വരുന്ന ഞായറാഴ്ച 30 ഹൈറേഞ്ചിലെ യാക്കോബായ പള്ളികളിൽ വായിക്കും. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്
ഇത് ജനങ്ങളുടെ ആവശ്യമാണ്. ഇത് മലനാടിന്റെ വികസനത്തിന്റെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ സകല ജനവിഭാഗങ്ങളും ഈ ലോങ് മാർച്ചിൽ പങ്കെടുക്കണമെന്നാണ് മെത്രാപ്പൊലീത്ത ഡോക്ടർ ഏലിയാസ് മോർ അന്തോണിയോസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, റോബിനെ സത്യം പറഞ്ഞാൽ ചിരി വരും. ഈ വനം വകുപ്പ് എന്താണ് കാണിക്കുന്നത്? ഇത്രമാത്രം ജനരോഷം അവിടെ നിൽക്കുമ്പോൾ റോബിനെ ഈ കഴിഞ്ഞ ദിവസം അവിടെ ഈ റോഡിന് വീതി കൂട്ടാൻ വല്ല മരവും മുറിച്ചത് എണ്ണം കൂടിപ്പോയോ, അനധികൃതമായി മുറിച്ചിട്ടുണ്ടോ എന്ന് ജനങ്ങളെ പ്രകോപിപ്പിക്കുന്ന വിധത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ സർവേ നടത്തിക്കൊണ്ടിരിക്കുക. അവിടെ റോഡ് നിർമ്മാണത്തിന് കൊണ്ടുവന്നിരിക്കുന്ന വാഹനങ്ങളൊക്കെ മാറ്റണമെന്ന് ആവശ്യപ്പെടും. ഇതിനും വിരോധാഭാസം റോബിനെ. ഈ റോഡ് ഇവിടെ ഈ റോഡിൽ കൂടെ വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ടാകാതിരിക്കാൻ, അവയെ റോഡിന് പുറത്ത് നിയന്ത്രിക്കാനായിട്ട് ദേശീയപാത അതോറിറ്റിയോട് വനംവകുപ്പ് 5.41 കോടി രൂപ ആവശ്യപ്പെട്ടിരിക്കുക. ഈ റോഡിന്റെ ഈ പ്രദേശത്ത് ഫെൻസിങ് ഇട്ട് റോഡിലേക്ക് വന്യമൃഗങ്ങൾ വരാതിരിക്കണമെന്നുള്ളതാണ് വനംവകുപ്പിന്റെ ആവശ്യം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ വർഷം ഇതേപോലെ ആവശ്യപ്പെട്ടത് പ്രകാരം 6.91 കോടി രൂപ ദേശീയപാത അതോറിറ്റി വനം വകുപ്പിന് കൊടുത്തു. 50 മീറ്ററിന്റെ നമ്മൾ പറഞ്ഞ 2 വശത്തോട്ട് 50 മീറ്റർ അതിന് പുറത്തേക്കുള്ള സ്ഥലത്ത് ഇങ്ങനെ ഫെൻസിങ് ഇട്ടുകൊണ്ട് ഈ വന്യമൃഗങ്ങൾ വരാതിരിക്കാനായിട്ട്, സുരക്ഷ ഒരുക്കാനായിട്ട് ദേശീയപാത അതോറിറ്റിയിൽ നിന്നും 6.91 കോടി രൂപ വനംവകുപ്പിന് ലഭിച്ചു. ഒരു പദ്ധതി പോലും, ഒരു മുരിക്കും പത്തല് പോലും നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അവിടെ വേലിയായിട്ട് സ്ഥാപിച്ചിട്ടില്ല. ഈ 6-7 കോടി രൂപ കിട്ടിയത് ചെലവഴിക്കാത്ത വനംവകുപ്പ് വീണ്ടും ആവശ്യപ്പെട്ടിരിക്കുക 5.5 കോടി രൂപ. ഇങ്ങനെ ജനങ്ങളെ മണ്ടന്മാരാക്കുന്ന, ജനങ്ങളുടെ അവകാശം നിഷേധിക്കുന്ന നടപടിക്കെതിരെയാണ് സമരം. ആ സമരത്തിന് ഇടുക്കി രൂപതയും യാക്കോബായ സഭയും മാത്രമല്ല മുഴുവൻ സകല ജനവിഭാഗങ്ങളും പിന്തുണയ്ക്കുകയാണ്. അതുകൊണ്ട് തന്നെ ലോങ് മാർച്ച് ഒരു വലിയ സമരമായി മാറും. ആ സമരം ജനങ്ങളുടെ രോഷം പ്രകടമാകും. അത് ത്രിതല പഞ്ചായത്തുകളിൽ സർക്കാരുകളെയും രാഷ്ട്രീയ കക്ഷികളെയും പ്രതിക്കൂട്ടിലാക്കും. അതുകൊണ്ട് തന്നെ യഥാർത്ഥമായ ജനപക്ഷ നിലപാടുകൾ ഗവൺമെന്റ് സ്വീകരിക്കണം എന്നുള്ളതാണ് റോഡ് സംരക്ഷണ സമിതിയും ജനങ്ങളും ആവശ്യപ്പെടുന്നത്. ഇടുക്കിയിൽ നിന്നും ജോൺസൺ കൊച്ചുപറമ്പനാണ് നമുക്ക് വിവരങ്ങൾ നൽകിയത്. വളരെ നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന്, വളരെ നന്ദി.